നമസ്കാരം. 100ന്റെ നിറവിൽ നിൽക്കുന്ന മറുനാടും മലനാടിലേക്കും എല്ലാവർക്കും സ്വാഗതം. കേവലം ഒരു വീട്ടമ്മയായി മാത്രം ഒതുങ്ങാതെ ഇന്ന് ഖത്തറിലെ അറിയപ്പെടുന്ന ഒരു വനിതാ സംരംഭകയാണ് ശ്രീമതി ഷീല ഫിലിപ്പോസ്. അവരുടെ ദോഹ ബ്യൂട്ടി സെൻറ്റർ 10ഓളം ഔട്ട്ലെറ്റുകളായി ഖത്തറിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ധാരാളം പേർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ശ്രീമതി ഷീല ഫിലിപ്പോസുമായി അല്പസമയം. ഒരു കാലത്ത് കേരളത്തിൻ്റെ നെല്ലറയായിരുന്നു കുട്ടനാട്. കായലും തോടുകളും താറാവുകളും കൊതുമ്പു വള്ളങ്ങളും കണിയൊരുക്കിയിരുന്ന കുട്ടനാട്. കുട്ടനാടിൻ്റെ നന്മയും വിശുദ്ധിയും മനസ്സിലേറ്റി 80കളുടെ ഒടുവിൽ ഖത്തർ എന്ന രാജ്യത്തേക്ക് ഭർത്താവിൻ്റെ കൈപിടിച്ചെത്തിച്ചേർന്ന ഒരു സാധാരണ വീട്ടമ്മയാണ് ഇന്ന് ഖത്തറിലെ 10ഓളം ഔട്ട്ലെറ്റുകളുള്ള ദോഹ ബ്യൂട്ടി സെന്റർ ശൃംഖലയുടെ ഉടമയായ വനിതാ സംരംഭക ശ്രീമതി ഷീല ഫിലിപ്പോസ്. വിവാഹശേഷം കേവലം ഒരു വീട്ടമ്മയെന്ന പദവിയിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ ആഗ്രഹമില്ലാതിരുന്ന ശ്രീമതി ഷീലയ്ക്ക് തന്റെ ഭർത്താവായ PA ഫിലിപ്പോസിന്റെ പിന്തുണ കൂടിയായപ്പോൾ ആഗ്രഹിച്ചതൊക്കെ നേടാനായി. ശരിക്കും എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ പറയുവാണെങ്കിൽ എല്ലാ സ്ത്രീകളും നല്ല കഴിവുള്ളവരാണ്. പക്ഷെ അവരുടെ ആ കഴിവിനെ ഫാമിലിയിൽ നിന്ന് വളർത്തിയെടുക്കണം. സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ ഭയങ്കരമായിട്ട് അവർക്ക് വരാൻ പറ്റും. അതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുവാണ്. ബ്യൂട്ടി പാർലറിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഏറ്റവും ആധികാരികമായ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ അറിയാനും പഠിക്കാനും തീരുമാനമെടുത്ത ഈ ഭാഗ്യാന്വേഷി ആദ്യം ഡൽഹിയിലും പിന്നീട് ലണ്ടനിലും പോയി വിദഗ്ധ പരിശീലനവും സർട്ടിഫിക്കറ്റ്സും കരസ്ഥമാക്കി. ഇന്ന് ഖത്തറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ഖത്തർ ഫൗണ്ടേഷൻ്റെ അണ്ടറിൽ തജ്മീൽ ബ്യൂട്ടി സ്കൂളുണ്ട്. അത് ഇൻ്റർനാഷണൽ ബ്യൂട്ടി സ്കൂളാണ്. എല്ലാവരും അവിടെ പോയി ട്രെയിനിങ് ചെയ്യണം. എനിക്ക് പിന്നെ ഇൻ്റർനാഷണൽ വാലിഡ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഷാനാസിൻ്റെ വിമൻസ് വേൾഡ് ഇൻ്റർനാഷണൽ ബ്യൂട്ടി സ്കൂളിൽ നിന്ന് കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ UK പോയി ഞാൻ ഇതിൻ്റെ കൂടുതൽ പഠിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ. അപ്പം എൻ്റെ സർട്ടിഫിക്കറ്റ് ഇൻ്റർനാഷണൽ വാലിഡ് സർട്ടിഫിക്കറ്റ് ആയ കാരണം എനിക്ക് കോഴ്സിന് പോകേണ്ടി വന്നിട്ടില്ല. പക്ഷേ എല്ലാ സ്റ്റാഫിനെയും അവർക്ക് ജോലി പരിചയം ഉണ്ടെങ്കിലും ഞാൻ എല്ലാ സ്റ്റാഫിനെയും അവിടെ വിട്ട് ഞാൻ തന്നെ പഠിപ്പിച്ചു കൊണ്ടുവരും. അപ്പോൾ പിന്നെ വളരെ ഈസിയാണ്. എവിടെയെങ്കിലും എൻ്റെ ഒരു ശ്രദ്ധ കുറഞ്ഞാൽ പോലും സ്റ്റാഫ് അത് മാനേജ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ ഉടനെ തന്നെ എന്നെ ഫോണിൽ കൂടെ കോൺടാക്റ്റ് ചെയ്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് വളരെ കംഫർട്ടബിളാണ് ആ കാര്യത്തിലൊക്കെ. സൗന്ദര്യ സംരക്ഷണവും ചർമ്മ സംരക്ഷണവും വളരെ സൂക്ഷ്മതയോടെയും ഉത്തരവാദിത്തത്തോടെയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഗുണനിലവാരത്തിൽ ഒട്ടും വിട്ടുവീഴ്ച കാണിക്കാത്ത ഖത്തർ പോലുള്ള രാജ്യത്ത്. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവനക്കാരോടൊപ്പം ശ്രീമതി ഷീലയും കാലാകാലങ്ങളിൽ ഈ രംഗത്തുണ്ടാകുന്ന മാറ്റം അറിയുകയും പരിശീലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ പഴയ കാലത്ത് നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെയൊക്കെ നോക്കുകയാണെങ്കിൽ വീട്ടിൽ തന്നെയായിരുന്നു ബ്യൂട്ടി സെൻറ്ററുകളൊക്കെ ഉള്ളത്. എന്ന് വെച്ചാൽ എല്ലാ കിച്ചൺ ഐറ്റംസും നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ, ചന്ദനം, രക്തചന്ദനം, മഞ്ഞൾ, മുട്ട, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ, പിന്നെ അതുപോലെ തന്നെ ഷാമ്പൂവിന് പകരം താളിയിലകളൊക്കെ ഉപയോഗിച്ചുള്ളത്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ കാലം തൊട്ടേ ഉള്ള. ഇന്ന് അതൊക്കെ പ്രോസസ്സ് ചെയ്ത് ലബോറട്ടറി വെച്ച്
പ്രോസസ്സ് ചെയ്ത് ആ പ്രോഡക്റ്റാണ് ഷനാസിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ, നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇന്നത് ഡിഫറെൻ്റായിട്ട് മാറിക്കഴിഞ്ഞു. പക്ഷേ എല്ലാവർക്കും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച്. ഇപ്പം നമ്മുടെ ഹെയർ തന്നെ പിന്നെ എണ്ണയൊക്കെ കോരി ഒഴിച്ച് ചുമ്മാതെ കുളിച്ചിട്ട് ഷാമ്പൂ ഒന്നും ഇല്ലാതെ കുളിച്ച് ആ നനഞ്ഞ മുടി കെട്ടിവെച്ച് അതിനകത്ത് ബാഡ് സ്മെല്ലും വന്ന് അത് മുടിയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായിത്തീരും. അതേസമയം അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഷാമ്പൂ ചെയ്ത് നല്ല രീതിയിൽ അത് ഹെയറൊക്കെ കട്ട് ചെയ്ത് നല്ല നമ്മുടെ മുഖത്തിന് യോജിക്കുന്ന രീതിയിലെല്ലാം ആക്കി നമ്മളൊരു ഓഫീസിൽ പോയിരിക്കുന്നു, അതൊക്കെ എത്രയോ വ്യത്യാസമാണ്. അതൊക്കെ നമ്മുടെ ഒരു അപ്പം അങ്ങനെ നമ്മുടെ ആൾക്കാർ വളർന്നുകൊണ്ടിരിക്കുവാണ് അവരുടെ മെൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഇത് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു ഇതാണ്. പക്ഷേ ഇത് ആരും മിസ്യൂസ് ചെയ്യരുത്, അതേ ഉള്ളൂ എനിക്ക്. കാരണം ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇതിനെ കാണരുത് നമ്മൾ. കാരണം ഏതൊരു ജോലിയാണെന്ന് പറഞ്ഞാൽ അത് സിൻസിയറായിട്ട്, അതിലല്പം ദൈവികവും അല്പം എല്ലാ കാര്യത്തിലും സിൻസിയറായിട്ട് നമ്മൾ പോകണം. അതാണ് അതിനകത്തുള്ളൊരു വ്യത്യാസം. പിന്നെ എന്നെ സംബന്ധിച്ച് ഇവിടെ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ. ഇപ്പം ഒരു സ്റ്റാഫ് വന്നാൽ പോലും അവരുടെ ഹെൽത്ത്, കാരണം ഡിഫറെൻ്റ് ആൾക്കാരെ ഒരു ദിവസം നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഇമ്മ്യൂണിറ്റി പവർ നോക്കും, എന്നിട്ട് അതിനുള്ള വാക്സിനേഷൻ തരും, നമ്മളിൽ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നുള്ള ഭയങ്കര സ്ട്രിക്റ്റ് മെഡിക്കലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോ ഒട്ടിച്ച് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ സ്ഥാപനത്തിൽ വെക്കണം. പിന്നെ അതുപോലെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന്, കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ നിന്ന് എല്ലാ ആഴ്ചകളിലും ഞങ്ങൾക്ക് എൻ്റെ ഇൻസ്പെക്ഷൻ ആൾക്കാർ വരാറുണ്ട്. അപ്പം നമ്മുടെ ആ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. പെരുമാൾ ജേക്കബ്, മേരിക്കുട്ടി ജേക്കബ് ദമ്പതികളുടെ 3 മക്കളിൽ ഇളയ മകളായ ഈ വനിത തൻ്റെ ഇന്നത്തെ വളർച്ചയ്ക്ക് പിന്നിൽ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും ഭർത്താവിൻ്റെ പ്രോത്സാഹനവും മക്കളുടെ പിന്തുണയും ഒപ്പം തൻ്റെ ദൈവവുമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഗുരുവിനെപ്പോലെയും ദൈവത്തിനെപ്പോലെയും സ്വന്തം പിതാവിനെപ്പോലെയും താൻ കാണുന്ന ഈ പുരോഹിതൻ ഏത് ആപൽഘട്ടത്തിലും തനിക്കും കുടുംബത്തിനും കൂട്ടായിരുന്നിട്ടുണ്ടെന്ന് ശ്രീമതി ഷീല സാക്ഷ്യപ്പെടുത്തുന്നു. വളരെ ഇതായിട്ട് അറ്റാച്ച് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ മാർത്തോമ സഭയിലെ ഒരു സഫർഗൻ മെത്രാപ്പോലിത്ത, ഡോക്ടർ സക്രിയാസ് മാർ തിയോഫിലോസ് സഫർഗൻ മെത്രാപ്പോലിത്ത. അദ്ദേഹമായിരുന്നു 32 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കല്യാണം ബ്ലെസ് ചെയ്തത്. ആ കാലഘട്ടം തൊട്ടേ ഞാൻ എൻ്റെ ഒരു ഏറ്റവും ഭയങ്കരമായിട്ട് ഞാൻ ആരാധിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എൻ്റെ ഒരു തുല്യനായൊരു തിരുമേനിയായിരുന്നു അദ്ദേഹം. എനിക്കെന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ എൻ്റെ വളർച്ചയും എൻ്റെ താഴ്ചയും എല്ലാ ഘട്ടങ്ങളിലും ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്നൊരു വ്യക്തിയാണ് സക്രിയാസ് തിരുമേനി. അദ്ദേഹത്തിൽ ഒരു ഭയങ്കര എനിക്കറിയത്തില്ല, ഒരു ഹോളി സ്പിരിറ്റ് തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ വിഷമം, ഞാൻ ഇതിനിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ്സിലൊക്കെ ഭയങ്കര ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്തു പുള്ളിക്കാരന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടങ്ങളിൽ എനിക്ക് ഏറ്റവും ശക്തിയും ധൈര്യവും എൻ്റെ മാതാപിതാക്കളോടൊപ്പം തന്നെ എനിക്ക് ബഹുമാനിക്കത്തക്ക പിതൃതുല്യനായ ഞങ്ങളുടെ സക്രിയാസ് തിരുമേനിയായിരുന്നു. അപ്പോൾ എനിക്കെല്ലാ ശക്തി, അദ്ദേഹം എന്ന് പറഞ്ഞാൽ ചാരിറ്റിയുടെ ഒരു നിറകുടം തന്നെയായിരുന്നു. അതിനകത്തുള്ളൊരു ആത്മബന്ധം എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ വിളിക്കത്തില്ല, തിരുമേനി എന്നെ ഇങ്ങോട്ട് വിളിക്കും. അപ്പം ഞാനങ്ങ് സർപ്രൈസ് ആയിത്തീരും. അയ്യോ എന്തു പറ്റി? അപ്പം ഞാൻ ചോദിക്കുമോ തിരുമേനി എങ്ങനെ എന്നെ വിളിച്ച എന്ന് ഞാൻ ചോദിക്കും. അപ്പോഴായിരിക്കും ഞാൻ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യും. ഞാൻ പറയുമോ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു തിരുമേനി? അപ്പോൾ എനിക്ക് വേണ്ട എല്ലാ ധൈര്യം തരും. എനിക്ക് ഒത്തിരി ബലം തന്നു, എനിക്ക് ശക്തിയൊക്കെ തന്നിട്ടുണ്ട് പുള്ളി. ഏറ്റവും കൂടുതൽ ആ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കും എനിക്ക് ആ ഒരു കോളും ഇങ്ങോട്ട് വരുന്നത്. അതെനിക്ക് ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ഈ ഗുരുഭക്തിയും ദൈവവിശ്വാസവും മനുഷ്യസ്നേഹവുമാണ് 1990 ദോഹയിലെ മഹ്മൂദിൽ തുടങ്ങിയ ആദ്യ ദോഹ ബ്യൂട്ടി സെൻ്ററിൽ നിന്ന് 10ാമത്തെ പാർലറിലേക്ക് ഈ വനിതാരത്നത്തെ എത്തിച്ചത്. ഞാൻ വീട്ടിലൊരു എല്ലാവരുടെയും സ്നേഹം കിട്ടി അങ്ങനെ ഒരു ഏറ്റവും ഇളയ മകളായിട്ട് ജീവിച്ചാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ വീട്ടിൽ ഒരു പണിയും ചെയ്തിട്ടില്ല, എനിക്കങ്ങനെ വലിയ ഒരു എക്സ്പീരിയൻസ് ഒന്നിലും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഓരോ കഴിവുകളും എൻ്റെ ഭർത്താവാണ്. ഇപ്പം വീട്ടിൽ കുക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും പോലും ആദ്യമൊക്കെ എനിക്ക് മനസ്സിന് വിഷമം തോന്നും. എന്ത് നമ്മൾ ചെയ്താലും അതിനകത്തൊരു കുറ്റപ്പെടുത്തലും കാര്യങ്ങളും ആണല്ലോ എന്ന് പറഞ്ഞ് മനസ്സിന് വളരെ ഇത് തോന്നും. പക്ഷേ ഞാൻ അതൊക്കെ ആ സമയത്ത് പോസിറ്റീവായിട്ട് എടുത്തിട്ട് ഞാൻ എങ്ങനെ
ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ ഞാൻ എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്തു. പക്ഷെ അതിന് നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക്, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ മടി പിടിച്ചിരുന്നാൽ നമ്മൾ ജീവിതത്തിലൊന്നും ആയിത്തീരത്തില്ല. അപ്പോൾ നമ്മളത് പോസിറ്റീവായിട്ട് നമ്മൾ എടുത്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഏത് മേഖലയിലും നമുക്ക് ഉന്നതങ്ങളിലെത്താൻ സാധിക്കും. പ്രശസ്ത നടിയായ മല്ലിക സുകുമാരനുമായുള്ള അടുപ്പമാണ് അവരുടെ മകനായ പൃഥ്വിരാജ് നായകനായ അത്ഭുതദ്വീപ് എന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ ശ്രീമതി ഷീലയുടെ ഭർത്താവ് ഫിലിപ്പോസിനെ കൊണ്ടെത്തിച്ചത്. അങ്ങനെ ഒരു നല്ല ചിത്രത്തിന്റെ ഭാഗമാകാനും ഇതിനിടയിൽ ഈ കുടുംബത്തിന് സാധിച്ചു. ഞാനും മല്ലി ചേച്ചിയുമായിട്ട് ഞങ്ങൾ ഭയങ്കര അടുപ്പമായിരുന്നു, ഭയങ്കര സത്യം പറഞ്ഞാൽ ചേച്ചി ഇന്നും എൻ്റെ ഒരു മൂത്ത സഹോദര സ്ഥാനത്താണ് ഞാൻ സ്നേഹിക്കുന്നത്. എന്നെ ഒരു അനിയത്തിയെ പോലെ ഞങ്ങൾ അങ്ങനെ ഒരു സ്നേഹബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ള. ആ സമയത്താണ് ഇങ്ങനെ വിനയൻ സാറ് ഒരു കഥയുണ്ടെന്ന് പറഞ്ഞു, അത്ഭുതദ്വീപ് സിനിമയുടെ ആ ഒരു ഇത് വന്നു. മല്ലി ചേച്ചിയും പൃഥ്വിരാജും എല്ലാവരും കൂടെ സംസാരിച്ചു ആ ഒരു സിനിമ എടുക്കാൻ. അപ്പം ചേച്ചി അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു, എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, പുള്ളിയെ വീട്ടിൽ വിളിക്കുന്ന ടിറ്റി എന്നാ, ടിറ്റി ഇങ്ങനൊരു കഥയുണ്ട്, ഒന്ന് വരുവാണെങ്കിൽ നമുക്ക് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്, ഒന്ന് വരാമെങ്കിൽ നമുക്കൊന്ന്. അങ്ങനെ പെട്ടെന്ന് പുള്ളി നാട്ടിൽ ചെന്നു, വിനയൻ സാറിൻ്റെ വീട്ടിൽ ചെന്ന് ഇവരെല്ലാം കൂടെ മീറ്റിംഗ് കൂടി. അപ്പോഴത്തേക്ക് ആ ഒരു കഥ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ രാജുവിന് ഒക്കെ വെച്ച് അങ്ങനെ ചെയ്യാനായിട്ട് പുള്ളി അതിനകത്ത് സമ്മതം മൂളി. 2 കുട്ടികളാണ് ഷീല ഫിലിപ്പോസ് ദമ്പതികൾക്ക്. മൂത്ത മകൾ ടീന തങ്കം ഫിലിപ്പ് വിവാഹിതയാണ്. മരുമകൻ അശ്വിൻ ബാബു. ഇളയ മകൻ എബ്രഹാം പി ഫിലിപ്പ് മെഡിസിന് പഠിക്കുന്നു. നാട്ടിൻപുറത്തിന്റെ നന്മ മനസ്സിലുള്ളതുകൊണ്ടാവണം മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടാൽ അലിയുന്ന ഒരു മനസ്സ് ശ്രീമതി ഷീലയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഭാഗമാകുന്നുമുണ്ട് ഈ വനിത. ഈ നാട്ടിൽ എനിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ മാധ്യമക്കാർ, കൈരളി ചാനലിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്, കൈരളിയുടെ. അപ്പോൾ അത് ഞാൻ ഒരുപാട് സൈലൻ്റായിട്ട്, ഞാനങ്ങനെ സമൂഹത്തിൽ എനിക്ക് പേരെടുക്കണമെന്നൊരാഗ്രഹമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. എങ്ങും ഞാനൊരു സ്ഥാനമാനങ്ങൾക്കോ ഒരു പേരിനോ ഞാൻ ഇന്ന് വരെ ആഗ്രഹിച്ചിട്ടില്ല, ഇനിയൊട്ട് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. സൈലൻ്റായിട്ട് ഇൻഡിപെൻഡൻ്റായിട്ട് ഞാൻ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നൊരു വ്യക്തിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ചെറുപ്രായം തൊട്ടേ എൻ്റെ കുടുംബത്തിൽ നിന്നും എനിക്ക് സൺഡേ സ്കൂൾ വേദപാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛന്മാർ അങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചാരിറ്റി. നമുക്ക് കിട്ടുന്ന നമ്മുടെ വരുമാനത്തിൽ നിന്ന് 10% നമ്മൾ ചാരിറ്റിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് ക്രിസ്ത്യാനികൾക്ക് ബൈബിളിൽ കൂടെ കിട്ടുന്ന ഒരു അറിവാണത്. എന്തും തനിക്ക് എന്ന് അലമുറയിടുന്ന ആർത്തിയുടെ ഈ ലോകത്ത് ഇതുപോലെ ഒരു മറുനാടൻ മലയാളി നമുക്ക് അഭിമാനമാണ്. അവസരങ്ങൾ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ ശരീരം കൊഴുപ്പ് കൊണ്ട് നിറയ്ക്കുന്ന മറുനാട്ടിലെയും മലനാട്ടിലെയും വീട്ടമ്മമാർക്ക് മാതൃകയുമാണ് ഈ പരിശ്രമശാലി. എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചൊരു കാര്യമെന്ന് പറഞ്ഞാൽ സമ്പത്തിലേക്ക് നമ്മുടെ ദൃഷ്ടി പതിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഗ്രീഡിയായി പോകാൻ നിൽക്കുവാണെങ്കിൽ നമ്മൾ ഒന്നിലും നിരാശപ്പെടേണ്ടി വരത്തില്ല. അസൂയ പാടില്ല, എല്ലാവരോടും സ്നേഹമായിട്ട് പോവുക, മറ്റുള്ളവർ അന്യ ആൾക്കാർ ഉയരുന്നതിൽ നമ്മൾ സന്തോഷിക്കുക. നമ്മുടെ ആൾക്കാരൊക്കെ നമുക്ക് എത്ര സന്തോഷത്തോടു കൂടി പറയാം, എനിക്ക് എല്ലാവരും അങ്ങനെ ചെയ്യുന്ന ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യത്തിലും അങ്ങനെ ഒരു നിരാശ വന്നിട്ടില്ല. നിരവധി തവണ നിരവധി പ്രസ്ഥാനങ്ങളാൽ ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ മാതൃകാരത്നത്തെ. ജീവൻ ടി വിക്കാർ എല്ലാ വർഷവും ഈ നൊയമ്പ് സമയത്ത് ഇങ്ങനെ ഓരോ ചാരിറ്റി ചെയ്യുന്നുണ്ട്. അന്നത്തെ നൊയമ്പിൻ്റെ കാശ് ദശാംശം മാറ്റിവെച്ച ഓരോ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും പാവപ്പെട്ടവർ നോക്കി കഴിഞ്ഞ 2 വർഷമായിട്ട് അവരത് ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ ആലപ്പുഴയിൽ 22-23 വർഷമായിട്ട് ഒരു ആക്സിഡൻറ്റ് വന്ന് അമ്പലപ്പുഴയിൽ തളർന്നു കിടന്ന ഒരു പ്രകാശ് എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തെ സഹായിക്കാൻ ജീവൻ ടി വിയുടെ ഭാഗമായിട്ട് നിന്ന് എനിക്കൊരു അവസരം കിട്ടി. അതിനുശേഷം കഴിഞ്ഞ പെരുന്നാൾ സമയത്ത് അമ്പലപ്പുഴയിൽ അതും ഇതുപോലെ 10-25 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന ഒരു ലേഡി, ഒരു വെറും പാവപ്പെട്ട, അവരെയൊക്കെ എനിക്ക് സഹായിക്കാൻ ഒരവസരം ജീവൻ ടി വിയുടെ കൂടെ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയത് ഞാൻ ഭയങ്കര ഒരു സന്തോഷമായിട്ടാണ് ഞാൻ അതിനെയൊക്കെ കണ്ടത്. പിന്നെ അതുപോലെ തന്നെ കൈരളി ചാനൽ, അങ്ങനെ അവരൊക്കെ നല്ല കാര്യങ്ങൾ ഈ വിദേശത്ത് വന്ന് മലയാളികൾ അതിൻ്റെയൊക്കെ പാർട്ടായിട്ട് തീർന്നുകൊണ്ട് ഒരുപാട്. പിന്നെ ഏഷ്യാനെറ്റിലാണേലും അൻവർ പാലേരിയൊക്കെ ഇവിടെ വളരെ സജീവമായിട്ട് ചാരിറ്റി ചെയ്യുന്ന ഒരു ബഷീർ എംബസി ത്രൂ. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഓരോ ഈ കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഇടും, പിന്നെ വാട്സാപ്പിൽ കൂടെ ഒക്കെ ഇങ്ങനെ മെസ്സേജ് ഇടുമ്പോൾ അപ്പം പെട്ടെന്ന് തന്നെ ആരും നിർബന്ധിച്ചിട്ടല്ല, അപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ എനിക്കൊരു ആലോചന കിട്ടും, അത് അർഹതപ്പെട്ടവരാണെന്നുള്ള ഒരു ആലോചന ഉണ്ടാകും. നേട്ടങ്ങളിൽ ഒന്നും
അഹങ്കരിക്കാതെ വിനയാന്വിതയായി തൻ്റെ കർമ്മമണ്ഡലത്തിൽ അശ്രാന്ത പരിശ്രമം ചെയ്യുകയും സഹജീവികളെ കരുണയോടെ കാണുകയും ചെയ്യുന്ന ഈ മലയാളിയെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും പഠിക്കുകയും ചെയ്യണം ഓരോ വീട്ടമ്മമാരും. അതാണ് 100-ാം എപ്പിസോഡിന്റെ നിറവിൽ എത്തി നിൽക്കുന്ന മറുനാടും മലനാടിലും ശ്രീമതി ഷീല ഫിലിപ്പോസിനെ അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഖത്തർ എന്ന ഈ മനോഹര രാജ്യത്ത് ഇനിയും നമ്മൾ ധാരാളം മലയാളികളെ പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. ആത്മവിശ്വാസമുള്ള, പ്രയത്നശാലികളായ, ജീവിത വിജയം നേടിയ, നന്മയുള്ള, സ്വഭാവ ഗുണമുള്ള ധാരാളം മലയാളികൾ. അവരെല്ലാം നമുക്ക് കാണാം. ശുഭരാത്രി.